കയറി കഴിഞ്ഞാൽ അയ്യോ താഴെ നോക്കല്ലേ, ഇവിടെ കണ്ട തോമസ് പോൾ കൊടിയൻ, ഇതാണ് എൻ്റെ പേര്. കുടിയനല്ല, കൊടിയൻ. തോമസ് പോൾ കൊടിയൻ. ഈ പേരിലാണ് ഈ ചാനൽ രജിസ്റ്റർ ചെയ്തേക്കണത്. അതങ്ങനെ ആയിപ്പോയി. വേറൊരു പേര് കൊടിയൻ എൻ്റെ വീട്ടുപേരാണ്. കൊടിയൻ എന്ന വാക്കിനർത്ഥം കൊടി പിടിക്കുന്നവൻ. ഞാൻ കർത്താവിൻ്റെ കൊടി പിടിച്ചാണ് നടക്കണമെന്നർത്ഥം. ഇനി നമ്മളതിനെ സെർച്ച് ചെയ്യുന്നു. ഇത് കണ്ടോ, ദേ വന്നിരിക്കണു തോമസ് പോൾ. അപ്പോൾ ഇങ്ങനെയായിരിക്കും ആദ്യം നമ്മൾ കാണുന്നത്. ഇപ്പോൾ ചിലവരെന്ത് ചെയ്യും, നേരെ പോയിട്ട് ഈ വീഡിയോയിലൊക്കെ കയറും. കണ്ടോ, ഇതിനകത്ത് മുഴുവനും വീഡിയോസാണ്. ഇവിടെ കാണിച്ച കണ്ടോ, 11,461 വീഡിയോസ് ഉണ്ട് ഇതിൽ. ഇവിടെ ഈ ചാനൽ കണ്ടോ, ഈ ചാനൽ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ചാനലിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചുമ്മാ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചാനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ചാനലിലേക്ക് പ്രവേശിച്ചാലും ഇവിടെയും ഇത് കണ്ടോ, ഈ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലായോ? ഇത് അച്ഛന് ശരിക്കറിയാം, പരിചയമുള്ള സ്ഥലമാണ് ഇല്ലേ? എന്താണ് ഈ ബാക്ക്ഗ്രൗണ്ട്? കൊളോസിയം. തോമസ് പോൾ കൊളോസിയത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ആ മണ്ണ് തൊട്ട് ഉമ്മ വയ്ക്കാറുണ്ട്. ആ മണ്ണിച്ചിരി പോക്കറ്റിലിട്ട് കൊണ്ടുവരാറുണ്ട്. എന്തോരം രക്തസാക്ഷികളുടെ ചുടു നിണം വീണ സ്ഥലമാണത്. ഇതാണ് കൊളോസിയം. ആദ്യ നൂറ്റാണ്ടിൽ അനേക ക്രിസ്ത്യാനികളെ മൃഗങ്ങൾക്കിട്ടുകൊടുത്ത് വധിച്ചിരുന്ന സ്ഥലമാണ്. ഈ കൊളോസിയത്തിൻ്റെ അകത്താണ് എല്ലാ ദുഃഖവെള്ളിയാഴ്ചയും പോപ്പ് തന്നെ കുരിശിൻ്റെ വഴി നയിക്കുന്നത്. ഈ കൊളോസിയത്തിൻ്റെ അകത്താണ്. അപ്പോൾ ഇതാണ് ആ റോമിലെ കൊളോസിയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ തന്നെ എടുത്ത പടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്ലേ ലിസ്റ്റ് കണ്ടോ, പ്ലേ ലിസ്റ്റ് ആണെന്നുണ്ടോ, പ്ലേ ലിസ്റ്റിലേക്ക് പോകണം. പ്ലേ ലിസ്റ്റ്. ഇപ്പോൾ നിരവധി ധ്യാനങ്ങളാണ്. ഇത് കണ്ടോ, മലയാളം സിസ്റ്റേഴ്സ് റിട്രീറ്റ് കാർമൽ മൗണ്ട് ചങ്ങനാശ്ശേരി, ഇതാണ് ഇവിടെ. അതിനു മുമ്പ് ഇംഗ്ലീഷ് റിട്രീറ്റ് കാർമലൈറ്റ് ഫ്രയറി കിൽഡെയർ അയർലൻഡ്. അതിനു മുമ്പ് ഇംഗ്ലീഷ് ടു ഫ്രഞ്ച് റിട്രീറ്റ് ഗ്രൂപ്പ് പാരീസ്. അതിനു മുമ്പ് ഇംഗ്ലീഷ് ജീസസ് യൂത്ത് ഇൻ്റർസെഷൻ റിട്രീറ്റ് മലയാളം സാറ്റർഡേ കൺവെൻഷൻ UK, ഇംഗ്ലീഷ് സാറ്റർഡേ കൺവെൻഷൻ UK. ഇത് ഗ്ലൗബൻ ഷൂളെ, അതായത് ഫെയ്ത്ത് സ്കൂൾ ജർമ്മനി. ചങ്ങനാശ്ശേരി സെഹിയോൻ റിട്രീറ്റ് കണ്ടോ, ഇവിടുത്തെ കുന്നന്താനം എന്താ പറഞ്ഞേ, കുന്നന്താനത്ത് നടന്ന ധ്യാനമാണ്. ചങ്ങനാശ്ശേരി സിയോൻ. അപ്പോൾ ഇങ്ങനെ ഇതിൽ ഒരുപാട് ധ്യാനങ്ങളുണ്ട്. ഇത് കണ്ടോ, ഒരുപാട് ധ്യാനങ്ങളുണ്ട്. ഇതിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. എന്നാൽ ഈ ധ്യാനത്തിൽ പോകുന്നതിന് കണ്ടോ, ഇപ്പോൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഇതാണ് ഈ ധ്യാനം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ധ്യാനം ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നടത്തുന്ന ധ്യാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ആത്മവിശുദ്ധീകരണ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സാധാരണ ഇവിടെ നടത്തുന്ന ധ്യാനങ്ങളെല്ലാം തന്നെ ആന്തരിക സൗഖ്യ ധ്യാനമാണ്. പക്ഷേ ഇന്നിവിടെ ആരംഭിക്കുന്നത് ആത്മവിശുദ്ധീകരണത്തിനുള്ള ധ്യാനമാണ്. പ്രത്യേകിച്ചും സമർപ്പിത വ്യക്തികളാണ് പങ്കുചേരുന്നത്. അതുകൊണ്ട് തന്നെ സമർപ്പിതരായ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് കുറച്ചുകൂടി നമുക്കത് ഓരോന്ന് വേറെ മാറിപ്പോകാം. 124 പേര് കണ്ടു. നമ്മൾ എങ്ങനെയെങ്കിലും ചുരുക്കി 5 ദിവസം കൊണ്ട് തീർക്കാനുള്ള ഒരു ബുദ്ധിമുട്ടിലായിരിക്കും ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് വളരെയധികം കൂടുതൽ ഈശോയുടെ സ്നേഹവും ഈശോയുടെ ഈ ആദ്യത്തെ ദിവസത്തെ നമ്മുടെ ലൈറ്റ് സെറ്റിംഗ് അത്ര നന്നായില്ല. അല്പം ഷാഡോ ആണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ മണവാളനോടൊപ്പം പ്രൈസ് ദി ലോർഡ്. സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു രാത്രിയൊക്കെ? നിങ്ങൾ കല്ലറയിൽ സുഖമായിട്ട് ഏകാന്തതയിൽ ഈശോയുമായിട്ടുള്ള ആ ലയനത്തിലേക്ക് ആയോ? എങ്ങനെ പുറത്തു പോകും? ആയില്ല, കുഴപ്പമില്ല. ഇനിയുള്ള ദിവസങ്ങളെല്ലാം നമ്മൾ
ഈശോയുമായിട്ട് ഒന്നാകുക. ഇപ്പൊ ടി വിയിൽ കാണുന്ന മാതിരി നിങ്ങൾക്ക് വീട്ടിൽ ഇത് പ്രാർത്ഥനയിലെല്ലാം എന്തോ ഒരു മനോഹരമാണ് ഇത് പറയുന്ന കാര്യങ്ങൾ. നമ്മൾക്ക് തോന്നി ഇതൊക്കെ നമ്മളെ കുറിച്ച് തന്നെ ആണോ എന്ന് ഭയങ്കര സംശയമാണ്. എങ്ങനെ വേണം? ഇതൊക്കെ വല്ല വിശുദ്ധന്മാരുടെ കാര്യമായിരിക്കും ഇതിനകത്ത് പറയണല്ലേ. പല പ്രാവശ്യം ഇതിനകത്ത് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുകയും ആത്മാക്കളെ രക്ഷിക്കുകയും ചെയ്തു. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞോ അതോ ഇനി സംഭവിക്കാനിരിക്കുന്നതാണോ? ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കി ഇവരുടെ ശരീരം ഉയർത്ത ആളാണോ ഇവിടെ ഇരിക്കണേ? അപ്പോൾ ഇങ്ങനെയാണ് അതിനെ ധ്യാനത്തിൽ നമ്മൾ എങ്ങനെയെങ്കിലും ചുരുക്കി 5 ദിവസം കൊണ്ട് തീർക്കാനുള്ള വീണ്ടും പ്രിപ്പറേഷൻസ് പോകാം. നടത്തുന്ന ധ്യാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഇത് ഒരു ആത്മവിശുദ്ധീകരണ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുക. സാധാരണ ഇവിടെ നടത്തുന്ന ധ്യാനങ്ങളെല്ലാം തന്നെ ആന്തരിക സൗഖ്യ ധ്യാനമാണ്. പക്ഷെ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് സമർപ്പിത വ്യക്തികളാണ് ഈ ധ്യാനത്തിൽ പങ്കുചേരുന്നത്. അതുകൊണ്ട് തന്നെ സമർപ്പിതരായ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഇത് ഒരുപക്ഷെ 2ാമത്തെ ദിവസത്തെ എപ്പിസോഡായിരിക്കും. വ്യത്യസ്തമായിട്ട് ഒരു ആത്മവിശുദ്ധീകരണ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നടത്തുന്ന ധ്യാനങ്ങളെല്ലാം തന്നെ ആന്തരിക സൗഖ്യ ധ്യാനമാണ്. പക്ഷെ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് event for today. I'd like to welcome the Third Order of Carmelites. I would also like to welcome the Indian community here as a group and the Voice of Peace Ministry. They have done great work and I appreciate them. And finally, I would like to welcome Brother Thomas Paul. I think he needs a round of applause before he even starts. Brother Thomas Paul has done great work. He was a man like the rest of us, doing his business, working his way through his life, and he got a call from our Lord, and he said yes, and he took up the call. And he has done great work here in Europe. He has left his home in India. He's come over and based himself in Austria. He's preaching in Ireland, in Austria, in Germany, in the UK, in the States. So he has done wonderful work for the faith. And I asked Maria now to bring forward a bunch of flowers in recognition for the work he's going to do. As I say, thank you very much, Paul. Appreciate you coming, and we really appreciate the turnout we've seen. Thank you very much. Thank you, Maria. Thank you. I'm passing over to Brother Thomas Paul. Thank you. The English retreat-ന്റെ ഒരു സൂചനയാണ് വാച്ച് ലേറ്റർ നോക്കട്ടെ കേട്ടോ. ഇതിനകത്ത് and his beloved son and the apple of his eye. My body is a temple of the living God most high. ആത്മാവേ പരിശുദ്ധാത്മാവേ എന്ന ഗാനത്തിന്റെ ഇംഗ്ലീഷ്. Holy Spirit, Holy Spirit, God, you dwell within my heart. Holy Spirit, Holy Spirit, God, you dwell within my heart. Okay. This was a beautiful retreat. Church was full. ഇത് പെട്ടെന്നൊന്ന് കാണാം. ഇത് ഫ്രാൻസ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുറസിയുടെ നാടാണ്. അയ്യോ എന്തുപറ്റി, ഫ്രാൻസിലേക്ക് പോവുകയാണ്. ദിസ് ഈസ് ഫ്രാൻസ്, ഫ്രഞ്ച്, പാരീസ്. ഇത്
എന്താ അത് തന്നെ വരുന്നേ? എന്താണ്? എവിടെ? സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് വേണം. ഇവിടെയാ? അതെ. The event for today. I'd like to welcome the Third Order of Carmelites. I would also like to welcome the Indian community here as a group and the Voice of Peace Ministry. They have done great work and I appreciate them. And finally, I would like to... ഇദ്ദേഹം പോണില്ല അവിടെ നിന്ന്. അപ്പോൾ ഇത് പാരീസ് വി കം ഔട്ട്. അല്ല, ഇത് അയർലൻഡാണ്. അയർലൻഡിൽ നിന്ന് നമുക്ക് പുറത്ത് പോകാം. ലെറ്റ്സ് സീ. ഇതൊന്ന് ഫ്രഷ് ആവട്ടെ. എനിവേ, തൽക്കാലം നമുക്ക് ഇവിടെ ന്യൂ വൈൻ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. വീണ്ടും പ്ലേലിസ്റ്റിൽ പോകുന്നു. ഫ്രഞ്ച് ഇത് പാട്രിക്. ഇവിടെയും ആദ്യത്തെ ദിവസം ലൈറ്റ് ഭയങ്കര കുറവായിരുന്നു. നമുക്ക് ലൈറ്റുള്ള ഒരു ദിവസം എടുക്കാം. ഈ പാട്രിക് മലയാളിയാണ്, പക്ഷേ പാരീസിൽ ജനിച്ചു വളർന്നതാണ്. പാട്രിക് അവിടുത്തുകാരി ഒരാളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ പാട്രിക്. Understand the content of our faith. Nous continuons notre marche pour comprendre le contenu de notre foi. You are very important person. ഓഡിയം എവിടെ? I am sorry, don't be upset. Mais ne soyez pas découragés, je suis désolé. Anybody, one more chance. Allez, je donne une occasion. Can you think what can be other reason? Why was he in faith? Pourquoi était-il si dans la peine? Okay, that is enough. അപ്പോൾ ഇത് ഫ്രഞ്ച്. What is it? Oh, no. He cannot be cut. Father, Son and Holy Spirit is one God. Il ne pouvait pas être séparé. നമ്മൾ പുറത്താവണില്ല. Il est uni dans la Trinité. She want to say. Okay. Yeah, but what has he done? Et du coup, qu'est-ce qu'il a fait? Il acceptait. He took all our sins. He took all our sins. Say everybody, he took all our sin upon him. Il a pris tous nos péchés sur lui. അതെവിടെയത്? Not thinking about the sin. Il ne réfléchissait pas au péché. Not thinking about the sin. Il ne pensait pas au péché. But he took the sin upon him. Mais il prenait les péchés sur lui. He who have not done any sin. Lui qui n'avait commis rien, aucun péché. എവിടെയാണ് കിടക്കണത്? He do not know. He never done any sin. Il ne sait pas, il n'a même pas commis un seul péché. But he അയ്യോ, പോയല്ലോ. ഇല്ല, അതിപ്പോൾ എല്ലാം പോയി. എനിവേ, ഐ തിങ്ക് ഇത്രയും മതിയായിരിക്കും. ഇത് ഇനി എങ്ങനെ എടുക്കണേ അനിത? ഇനി യൂട്യൂബിൽ ഇത് മുഴുവനും ടൈപ്പ് ചെയ്യണമായിരിക്കും. താഴെ യൂട്യൂബ് ഉണ്ട്.
അതെന്താ അങ്ങനെയാണ് തോമസ്? ഓക്കെ, ഇവിടെ നീ താഴത്തെ വീഡിയോ എടുത്തോ, എൻ്റെ വീഡിയോ എടുത്തോ, അതെടുത്തോ. അതിനകത്ത് നമുക്ക് അങ്ങോട്ട് പിടിച്ച് കയറാം. വേണ്ടത് മുകളിൽ പോയിട്ട് My dear friends, let us begin with a short prayer. Oh, Holy Spirit. ഇത് മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ധ്യാനമാണ്. You are the retreat on moving power. Intercession. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇതാണ് ഇവിടുത്തെ നമ്മുടെ നിങ്ങളുടെ ധ്യാനത്തിൻ്റെ. My dear friends, welcome to this fourth day of our intercession summit. I hope you are growing in it. In the last day, in the last episode, we have been learning about prayer is a covenant relationship, and we understood covenant is not a contract. Covenant is Christian life is a life in the Spirit, life led by the Holy Spirit. Playlist വന്നു. Okay. Just very good. എവിടെ ആബൻ പ്രോഡ്? ഇതാണ് ജർമ്മൻ ഒന്ന് കാണാം. Welcome to this faith school in this Lenten season. And I have many things to tell you. Last 2-3 months in India was a very fruitful time. And one great event was a retreat for the whole diocese in South India. And ഒച്ച ശരിക്കും വരാത്തത്. ആബൻപേട്ട എവിടെ? ഓക്കെ, ഇനി
ഓക്കെ, സാവധാനം കൊടുക്കുക. ഫെയ്ത്ത് സ്കൂളാണ്. അല്ലല്ല, വിങ്സ്റ്റൺ. അതെവിടെ മാറിക്കിടക്കാൻ തോന്നുന്നു. ആ, അതാണ് കറക്റ്റ്. അല്ല, എൻ്റെ മുകളിലത്തെ അത് വേണ്ട. ആ, ഇതാണ് നമ്മൾ ജർമ്മനിയിൽ നടത്തുന്ന ഒരു ടെസ്റ്റ്. Welcome to this evening program from 3L TV. Willkommen bei diesem Abendprogramm von 3L TV. Abendbrot. Sendung heißt Abendbrot. ഇതാണ് 3L TV. 3L TV എന്ന് പറഞ്ഞാൽ ലൈഫ് ലൈറ്റ് ലവ്. അത് എലിസബത്ത് ഓഫ് ട്രിനിറ്റിയിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഒരു സിദ്ധാന്തമാണ്, നിങ്ങൾക്കറിയാം ഇല്ലേ? ലൈഫ് ലൈറ്റ് ലവ്. ആ ലൈഫ് സ്റ്റാൻഡ്സ് ഫോർ ഫാദർ, ലൈറ്റ് സ്റ്റാൻഡ്സ് ഫോർ ജീസസ് ആൻഡ് ലവ് സ്റ്റാൻഡ്സ് ഫോർ ഹോളി സ്പിരിറ്റ്. അങ്ങനത്തെ ഒരു പേരിൽ നമുക്ക് ജർമ്മൻ ഭാഷയിൽ ഒരു ടെലിവിഷൻ ചാനലുണ്ട്. വിയന്നയിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെയുള്ള ടെലികാസ്റ്റിംഗ് ആണിത്. യെസ്, പാർട്ട് 1. ഇതാണ് 3L TV. Welcome to this evening program from 3L TV. Willkommen bei diesem Abendprogramm von 3L TV. Abendbrot. Sendung heißt Abendbrot. That is a bread for evening, a food for our soul. Das heißt, es ist ein Brot, das wir am Abend essen, Nahrung für unsere Seele. Yes. It came out from the word what Jesus said. Man is not living with bread alone. മോളിൽ ജീസസ് വണ്ടർ അവിടെ അല്ല, അതിൻ്റെ മുകളിൽ സെർച്ചിൽ അവിടെ അല്ല, അവിടെ ജീസസ് വണ്ടർ. ഇപ്പം ജീസസ് വണ്ടർ എന്നുള്ള അനിമേഷൻ ഫിലിമാണ് നമ്മളുടെ വേറൊരു വലിയ പ്രോജക്റ്റാണത്. ലോകമെമ്പാടുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈശോയുടെ ചിത്രങ്ങൾ. ജീസസ് വണ്ടർ മലയാളമാണോ? ഓക്കെ, അതിൻ്റെ ചാനലിൽ പോയിക്കോളൂ. ഉണ്ടോ താഴെ അതാണ്. ഗിമി. അതിനും ഇതുപോലെ തന്നെ ഒരു ചാനലുണ്ട്, അതിൻ്റെ പ്ലേലിസ്റ്റ്. ഇപ്പോൾ ഇവിടെ മലയാളത്തിൽ 34 അനിമേഷൻ ഫിലിമുണ്ട്. ഇത് ഹിന്ദിയിൽ, ഇത് ജർമ്മൻ ഭാഷയിൽ, ഇംഗ്ലീഷ്, മലയാളം തന്നെയാണ്. ബോയ് ജീസസ് മലയാളം. ഇത് കൊച്ചു തെരേസയുടെ ബൈബിൾ അനിമേഷൻ സ്പാനിഷ്. ഇപ്പോൾ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ജർമ്മൻ, സ്പാനിഷ് ഇത്രയും ഭാഷകളിൽ നമ്മൾ ചെയ്തിരിക്കുന്നു. ഇനി വേറെ ഭാഷകളിലേക്ക് ഇത് ചെയ്യും. അപ്പോൾ ഈ മലയാളം അനിമേഷൻ ഫിലിംസ് നമ്മൾ കാണുന്നത് വളരെ നന്നായിരിക്കും. ഞാൻ ഒരു പക്ഷേ ഇതിനകത്ത് ഏറ്റവും ചെറുതൊരെണ്ണം കാണിക്കാം. ഇത് ഏറ്റവും ചെറുതൊരെണ്ണം. ഇത് ജീസസ് ഹീലിംഗ് ദ ലെപ്പർ. എന്താണ് അതിനകത്ത്? ഇപ്പം എല്ലാം പോയി. അപ്പോൾ ഈ അനിമേഷൻ ഫിലിംസും ഇതുപോലെ യൂട്യൂബിൽ കാണാം. മറ്റ് കുട്ടികളെ കാണിച്ചു കൊടുക്കാം ക്രിസ്ത്യൻ പ്രോഗ്രാമിനൊക്കെ. ഐ തിങ്ക് വി ബെറ്റർ ക്ലോസ് ദിസ് നൗ കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇത് അവസാനിപ്പിക്കുകയാണ്. കാണാമോ? My
ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കും. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവർ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായി. എത്ര നല്ല കാര്യങ്ങൾ! ആശ്ചര്യമായിരിക്കുന്നു. ഇത്രയും അർത്ഥവത്തായ വചനങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടേയില്ല. ഇങ്ങോട്ട് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ദൂരെ പോ ഗുരുവേ, അവനെ തുടരുത്. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിന്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. ഇന്ന് യൂട്യൂബിലും ഓൾ ഓവർ ദ വേൾഡ് ഉള്ള എല്ലാ കാർട്ടൂൺസിലും ഈ നമ്മുടെ ഈ ജീസസ് വണ്ടറിന് പാരലായിട്ട് വേറെ കാർട്ടൂൺസ് ഇല്ല എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്.
പക്ഷെ ആർക്കും അറിയില്ല ഇതിങ്ങനെ കേരളത്തിൽ നിന്ന് തോമസ് പോളും ടീമൊക്കെ ഉണ്ടാക്കിയതാണെന്ന് അധികം ആളുകൾക്ക് അറിയില്ലെന്നുള്ളത്. എല്ലാവരും വിചാരിക്കും ഇത് സായിപ്പന്മാരാരോ ഉണ്ടാക്കി ഇങ്ങനെ ഇട്ടേക്കണമെന്ന് വിചാരിക്കുന്നു. ആരും അറിയണ്ട. അനേകം ആളുകൾ ഇത് കണ്ടതാണ്. ഈ ഒരു കാർട്ടൂൺ ഇത് 35,218 പേര് ഇത് കണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇതിൻ്റെ ഇംഗ്ലീഷ് കാർട്ടൂൺസ് എല്ലാം അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കാൻ നമ്മുടെ മാതാപിതാക്കളെ റെക്കമെൻഡ് അവർക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യും കുഞ്ഞുങ്ങൾക്ക് ഈ കാർട്ടൂൺസ്. ഇതിൻ്റെ പ്ലേലിസ്റ്റ് പോവുകയാണെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്. ഇപ്പോൾ ഫോറിനിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഉണ്ടോ, ഇംഗ്ലീഷിൽ 28 കാർട്ടൂൺസ് ഉണ്ട്. അതിനകത്ത് സഖ്യൂസ് ഇങ്ങനെ ഉള്ള ഇതുണ്ട്. ഇത് ബിട്രയൽ ആൻഡ് അറസ്റ്റ് 61,000-ലധികം പേര്. അതുപോലെ ലാസറിൻ്റെ ഉയർപ്പ്, സഖ്യൂസ്, ഇത് കണ്ടോ 4,81,000-ലധികം പേര്. ഇതൊന്ന് കാണണം. ഇതിപ്പോൾ ഇംഗ്ലീഷാണ് കേട്ടോ, ഇംഗ്ലീഷാണ്. മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ? So special about you? You have to pay as well. I'm poor. Please spare me. Please don't take this. I don't care. No exceptions. You have to pay. Please, please. I'm very poor. Don't take me to the chief tax collector. Please. Hey, take him to the chief. This man refuses to pay tax. Why? What's the matter? I'm poor. Please, consider me and exempt me. No, you have to. Pay it now, or I'll take it by force. Those are my last possessions. I kept it to buy food for my family. Please give it back to me. I have nothing. Please don't do this. I don't want to hear anything. I want money. This is not right, Zacchaeus. You are acting against God. Haven't you heard what Jesus has said? Jesus? Who is he? I don't know him and I don't know his word. He said, how hard is it for those who have wealth to enter the kingdom of God? Why? Indeed, it's easier for a camel to go through the eye of a needle than for someone who is rich to enter the kingdom of God. What? Jesus said that?
then how can I enter the kingdom of God? But Jesus also said, what is impossible for human beings is possible for God. You are a sinner. You can't enter the kingdom of God. Jesus, Son of David, have mercy on us. What's happening? Haven't you heard that Jesus of Nazareth has come to our town? Jesus? Everybody is talking about Jesus. What's fascinating about this Jesus? Has he more gold than me? What's special about this man? Jesus, he is God. He is greater than all the gold and all the riches of the world. He entered Jericho and is passing through the front of our house. All are excited to see him. Really? Is this Jesus God? Then I want to see him too. On that day, the deaf shall hear the word of the book, and out of gloom and darkness the eyes of the blind shall see. The lowly will ever find joy in the Lord, and poor rejoice in the Holy One of Israel. The scripture will be fulfilled. Yes, the poor will rejoice. Jesus said that. Sell all that you have and distribute it to the poor, and you will have treasure in heaven. Treasure in heaven? Look, that is Zacchaeus, the chief of tax collectors. He too has come to see Jesus. What's his affair with Jesus? You are a sinner. You have no right to see Jesus. Go away. Hosanna! He's almost here! He's coming! He's here! Look, he's coming! Hosanna! Hosanna! He's almost here! He's coming! He's here! Look, he's coming! Hosanna! Hosanna! Look, he's coming! Hosanna! Hosanna! He's almost here! He's coming! He's here! Look, he's coming! Hosanna! Hosanna! He's almost here! He's coming! He's here! Look, he's coming! Hosanna! Hosanna! Where is this man running?